ഇറാനുമായുള്ള യുദ്ധം അമേരിക്ക അവസാനിപ്പിക്കുകയാണ്. യുദ്ധത്തിന് തുടർച്ചയുണ്ടാവില്ലെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രസ്താവനയിൽ പറഞ്ഞു. ഏതെല്ലാം കാര്യകാരണങ്ങളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത് എന്നതിനെക്കുറിച്ചൊരു വിശദീകരണക്കുറിപ്പൊന്നും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ട്രൂത്തിലോ മറ്റേതെങ്കിലും അഭിമുഖത്തിലോ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയ ചർച്ചകൾ പ്രാധാന്യത്തോടു കൂടി തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തത് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദം അമേരിക്കയോട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നിതാണ്: ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് നിലവിൽ അറേബ്യൻ രാജ്യങ്ങൾ എത്തിയിരിക്കുന്നു. പിന്നീട് പറയപ്പെട്ടതെല്ലാം ഇറാൻ്റെ ഭാഷയിലാണ്. അഥവാ ഇനി ഞങ്ങൾ വിനിമയം ചെയ്യുന്ന പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്കയുടെ ഡോളർ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം ഞങ്ങൾക്ക് വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് രണ്ട് തലത്തിലും ഭീഷണിയുണ്ട്. ഒന്ന്, അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അവരുടെ സമ്മർദ്ദത്തിനും അവരുടെ നിലപാടിനും അനുസരിച്ച് ഞങ്ങൾ നീങ്ങുന്നില്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന ആഘാതം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഞങ്ങൾക്ക് നേരെ ഉണ്ടാക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയാവുന്നതാണ്. രണ്ടാമത്തത്, അമേരിക്കയുടെ നയങ്ങളും നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിരിക്കുന്ന ആഘാതം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഇറാനും പറയുന്നു. രണ്ട് രാജ്യങ്ങൾക്കിടയിൽ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഏകോപന സംവിധാനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് രൂപമുണ്ടാവുകയും 10-14ഓളം രാജ്യങ്ങൾ അതിൽ ഒപ്പിടുകയും ചെയ്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നാമ്പറും അമേരിക്കയാണ്. അമേരിക്ക എന്താ എന്ന് പറഞ്ഞാൽ, സൗദി അറേബ്യ ആവശ്യപ്പെടുന്ന ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പല ഘട്ടങ്ങളിലായി സൗദി അറേബ്യ അമേരിക്കയുടെ വ്യത്യസ്തമായിരിക്കുന്ന പ്രസിഡന്റുമാരോട് ആവശ്യപ്പെട്ടതാണ്. അത് ജിമ്മി കാർട്ടറിൽ തുടങ്ങിയിട്ട് ട്രംപിൽ അവസാനിക്കുക എന്ന് പറയുന്ന സമയത്ത് കുറച്ച് കാലമൊന്നുമല്ല, 10-70 വർഷത്തോളം ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അനുമാനിക്കുന്നത്. അപ്പോൾ ആ സമയത്തെല്ലാം സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന അധികാരം ഞങ്ങളാണ് എന്ന് അമേരിക്ക പറഞ്ഞുകൊണ്ട് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളെ അതിൽ നിന്ന്, ആ നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു. ഇന്ന് അവസ്ഥകൾക്കൊക്കെ മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ ഒറ്റക്ക് നിന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് സൂപ്പർ പവറുള്ള അമേരിക്കയോട് ഇറാൻ പറഞ്ഞു എന്ന് മാത്രമല്ല, അതവർ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്രയും വലിയൊരു ആഘാതം അറേബ്യൻ രാജ്യങ്ങൾ നേരിട്ടിട്ടില്ല. അവരുടെ രാജ്യത്തിലുള്ള അമേരിക്കയുടെ സൈനിക സംവിധാനത്തിന് നേരെ നിരന്തരം ആവർത്തിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് നോക്കുകുത്തിയായി നിൽക്കേണ്ട ഒരു സ്ഥിതി മാത്രമാണ് അമേരിക്കക്കുള്ളത്. അവർക്കത് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, അമേരിക്കയുടെ സൈനിക ബേസിനെ അമേരിക്കക്ക് തന്നെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ എന്ത് സുരക്ഷിതമാണുള്ളത്? ആ ചോദ്യം പ്രസക്തമായിട്ട് വരുന്നു. അതിനപ്പുറം ഏത് തരത്തിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്? കരാർ വ്യവസ്ഥ നിങ്ങൾ ലംഘിക്കുന്നു. കരാർ നിങ്ങൾ ഉണ്ടാക്കുന്നു, ലംഘിക്കുകയും നിങ്ങൾ ചെയ്യുന്നു. യുദ്ധം ചെയ്യില്ലെന്ന് പറയുന്നു, നിങ്ങൾ യുദ്ധം ചെയ്യുന്നു. ആക്രമിക്കില്ലെന്ന് പറയുന്നു, നിങ്ങൾ ആക്രമിക്കുന്നു. അങ്ങനെ സർവ്വ മേഖലയിലും നിങ്ങൾ പറയുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ നിങ്ങൾ പോലും അംഗീകരിക്കുന്നില്ല. പിന്നെ നിങ്ങളെങ്ങനെ വിശ്വസിക്കും? അതിനുമപ്പുറം സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് ബേസ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ എയർപോർട്ടും അടക്കമുള്ള സംവിധാനങ്ങൾ സ്ഥാപിച്ചത് എങ്കിൽ എന്തുകൊണ്ടാണ് ഖത്തറിനെ ആക്രമിച്ച സമയത്ത് നിങ്ങൾ പ്രതിരോധിക്കാതിരുന്നത്? ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചു, നിങ്ങൾ നോക്കുകുത്തിയായി നിന്നു. ഞങ്ങൾ എന്ത് മനസ്സിലാക്കണം? നിങ്ങളാൽ ഞങ്ങൾ സുരക്ഷിതരല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതിനേക്കാളൊക്കെ എത്രയോ മെച്ചമാണ് പറഞ്ഞുകൊണ്ട് ആക്രമിക്കുന്ന ഇറാൻ, പറയാതെ ആക്രമിക്കുന്ന ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത അമേരിക്കയെക്കാൾ എത്രയോ മെച്ചമാണ് ആക്രമിക്കുന്നതിന് പ്രത്യാക്രമണം ചെയ്യുന്ന ഇറാൻ എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യങ്ങളുടെ ഏകോപനം തകർന്നിരിക്കുന്നു. അവർ ആദ്യഘട്ടത്തിലൊക്കെ ഒരു യോജിപ്പിൻ്റെ രീതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും UAE അതിന് അംഗീകാരം നൽകിയിട്ടില്ല, ഒമാനും നൽകിയിട്ടില്ല. അതോടെ തന്നെ അത് പൊട്ടൽ തുടങ്ങുന്നതിനെ നിയന്ത്രിക്കാൻ വേണ്ടി, കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു യുദ്ധമാണ്.
ഇതൊരു മഹായുദ്ധമാണ്. മൂന്നാം ലോക യുദ്ധത്തിന് സമാനമായിരിക്കുന്ന യുദ്ധം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ വളരെ ചുരുങ്ങിയ 10 മുതൽ 35% താഴെയുള്ള വിവരങ്ങൾ മാത്രമേ ലോകാടിസ്ഥാനത്തിൽ യുദ്ധവും അതിൻ്റെ കെടുതിയും അതിൻ്റെ വിഷയങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നുള്ളൂ. കാര്യം നമ്മൾക്കൊക്കെ എങ്ങനെയാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അറിയുന്നത്? അന്താരാഷ്ട്ര മീഡിയയിൽ വരുന്ന റിപ്പോർട്ടുകൾ, അതല്ലെങ്കിൽ ദേശീയ തലത്തിൽ വരുന്ന റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ നമ്മുടെ മലയാള ചാനലിൽ വരുന്ന റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ഗൂഗിൾ പോലെയുള്ള വെബ്സൈറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റിപ്പോർട്ടുകൾ, അതല്ലെങ്കിൽ ചാറ്റ് GPT സെർച്ച് ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ ഈ വഴിയിലൂടെയാണ് നമ്മൾക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ലൈവായിട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അവർക്ക് വിവരം എങ്ങനെ അറിയുന്നത്? അവർക്ക് വിവരം റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടോ, അതല്ലെങ്കിൽ രാജ്യത്തിലെ ഭരണാധികാരികളോ ബന്ധപ്പെട്ടവരോ ആ റിപ്പോർട്ട് നൽകുന്നത് കൊണ്ടോ മാത്രമാണ്. നൽകുന്നില്ലെങ്കിൽ കിട്ടുകയില്ല. ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ 2003 ആ കാലഘട്ടത്തിൽ അമേരിക്കയുടെ യുദ്ധ സംവിധാനത്തിൽ അഥവാ ടാങ്കർ പോലെയുള്ള കവചിത വാഹനങ്ങളിലൂടെയായിരുന്നു BBC അടക്കമുള്ള റിപ്പോർട്ടർമാർ യാത്ര ചെയ്ത്. അഥവാ യുദ്ധത്തിന് പോകുന്ന ടാങ്കറിൽ ഇരുന്നു കൊണ്ട് BBC റിപ്പോർട്ടർമാർ യാത്ര ചെയ്യുന്നു. എന്നിട്ട് അവർ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ, ആ റിപ്പോർട്ട് ഒരിക്കലും അമേരിക്കൻ വിരുദ്ധ റിപ്പോർട്ടായി വരില്ല, ഇറാഖ് വിരുദ്ധ റിപ്പോർട്ടായിട്ട് വരും. മാത്രമല്ല, അമേരിക്കയുടെ സൈനികർ ഇന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതേ അവർ ചെയ്യൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവൻ അവരുടെ കയ്യിലാണ്. ആ തരത്തിലായിരുന്നു അന്നത്തെ കാലത്തൊക്കെ റിപ്പോർട്ട്. ഇന്ന് സ്ഥിതികൾക്ക് മാറ്റം വന്നു, ഇന്ന് അവസ്ഥകൾക്ക് മാറ്റം വന്നു. ഇന്ന് സോഷ്യൽ മീഡിയ സജീവമായതോടുകൂടി എല്ലാ കാര്യവും അപ്പോൾ അറിയാനുള്ള സംവിധാന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, അവർ പറയുന്നത് മാത്രമേ പരമാവധി കിട്ടുകയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം മറ്റ് റിപ്പോർട്ടർമാർ ഊഹിച്ചുണ്ടാക്കുന്നതോ അതുമായി ബന്ധപ്പെട്ടവർ. നഷ്ടത്തിൻ്റെയും നാശത്തിൻ്റെയും കണക്കാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ $300 ബില്യൺ ഈ ഇറാന് നൽകാൻ വേണ്ടി ഏറെക്കുറെ ആദ്യഘട്ടത്തിലെ ചർച്ചയോടനുബന്ധിച്ച് അമേരിക്ക തീരുമാനിച്ചതാണ്. അത് ചിലവഴിക്കേണ്ട രീതിയെക്കുറിച്ച് പറഞ്ഞ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇത് ചിലവഴിക്കാൻ പറ്റില്ല, ആയുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. രാജ്യത്തിലെ ജനങ്ങളുടെ സാമൂഹ്യപരമായിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി, ആരോഗ്യപരമായ, വിദ്യാഭ്യാസപരമായ അത്തരം കാര്യത്തിന് വേണ്ടിയിട്ട്, ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ചിലവഴിക്കാം എന്നൊക്കെ പറഞ്ഞു വെച്ചതാണ്. എന്നാൽ ഇപ്പോഴത്തെ കണക്ക് പുറത്ത് വരുന്നത് $300 ബില്യൺ ആണ് അന്ന് ചോദിച്ചത് എങ്കിൽ $600 ബില്യണേക്കാണ് നഷ്ടം അമേരിക്കക്കുണ്ടായിട്ടുണ്ട്, ഇരട്ടിലധികം. ഇത് ആരോടാ ചോദിക്കുക? ഇതാരാണ് അമേരിക്കക്ക് നഷ്ടം കൊടുക്കുക? സമാനമായിരിക്കുന്ന നഷ്ടം ഇസ്രായേലിനുണ്ടായിട്ടുണ്ട്. ഇതാരോടാ ചോദിക്കുക? ആരാണ് നഷ്ടം വരിക? കാരണം പറഞ്ഞാൽ യുദ്ധമുണ്ടാക്കിയത് അവരാണെങ്കിൽ പരിഹാരം ഉണ്ടാക്കേണ്ടത് അവരാണ്. യുദ്ധം അവരാണ് ഉണ്ടായതെങ്കിൽ അതിന് നഷ്ടം തരാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. ഇതാണ് ഇറാൻ പറഞ്ഞിരിക്കുന്ന ന്യായം. അപ്പോൾ സൗദി അറേബ്യ അടക്കമുള്ള അറേബ്യൻ രാജ്യങ്ങൾ ഈ വിഷയം വളരെ കൃത്യതയോട് കൂടി പഠിച്ച് രാജ്യ പുരോഗതിയെ തടസ്സം നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കൂറ്റൻ ബിൽഡിങ്ങുകൾ 2 ഉയരുന്നത് സൗദി അറേബ്യയിലാണ്. ഇപ്പം നിലവിൽ ബുർജ് ഖലീഫയാണ് 125 നിലകളിലുള്ള ഭൂമിയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായിരിക്കുന്ന ബിൽഡിംഗ്. എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യയിൽ 2 ബിൽഡിങ്ങുകൾ വരുന്നുണ്ട്. ഒരു ബിൽഡിങ്ങിൻ്റെ നീളം എന്ന് വെച്ചാൽ ഉയരം 1 കിലോമീറ്ററാണ്. അപ്പോൾ ഏകദേശം ഇതിനെ ഇരട്ടി വരില്ലെങ്കിൽ ഇരട്ടിയോളം വലുപ്പത്തിലുള്ള ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നു. 2 ഉണ്ടാക്കുന്നുണ്ട്. ഒന്നിൻ്റെ ഈ ഉയരം എന്ന് പറയുന്നത് 1.25 1.25 കിലോമീറ്ററാണ്. ഉയരാട്ടോ പറയുന്നത്, നീളമല്ല പറയുന്നത്. ഇത്തരം രാജ്യ പുരോഗതിക്ക് ആവശ്യമായിരിക്കുന്ന വലിയ മാറ്റങ്ങൾ ലോകത്തിൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത നിർമ്മിതികൾ ഉണ്ടാക്കുന്ന രാജ്യത്തിൻ്റെ പേരാണ് സൗദി അറേബ്യ. 2030 നമുക്കറിയാം, നക്ഷത്ര ബംഗ്ലാവ് നിർമ്മിക്കുന്നു സൗദി അറേബ്യ. ഇത്രയും വലിയ വിപുലമായിരിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് യുദ്ധവും അതിൻ്റെ കെടുതിയും അതിൻ്റെ വിഷയത്തെയും അഭിമുഖീകരിക്കാനും അതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാനും തങ്ങൾക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ പറഞ്ഞത്. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പുരോഗതി വരെ നിശ്ചലമായി പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ യുദ്ധം അവസാനിക്കണം. ഈ യുദ്ധത്തിന് ഒരു തരത്തിലുള്ള പിന്തുണ നൽകാൻ വേണ്ടി സാധിക്കില്ല. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി, പക്ഷേ അതിൽ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ്. മുന്നേറാൻ വേണ്ടി സാധിക്കില്ല. കാര്യം ഈ രാജ്യങ്ങൾ ഏകോപിച്ചുകൊണ്ട് യുദ്ധക്കപ്പലും സംവിധാനങ്ങളുമായി തങ്ങളുടെ അടുത്തേക്ക് വരണം.
ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ യുദ്ധത്തിന് യുദ്ധമായിട്ട് പ്രഖ്യാപിക്കണം. അത്തരമൊരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അമേരിക്കയ്ക്ക് കീഴടക്കാൻ സാധിക്കാത്ത, അമേരിക്കയ്ക്ക് പരാജയപ്പെടുത്താൻ സാധിക്കാത്ത, അമേരിക്ക പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധമുനമ്പിലേക്ക് അറേബ്യൻ രാജ്യങ്ങളെയോ മുസ്ലിം രാജ്യങ്ങളെയോ വിളിച്ച് തെളിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ വിവരം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, മാരകമായിരിക്കുന്ന തിരിച്ചടിക്ക് ഇറാൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. എന്ത് ആയുധങ്ങൾ ഉപയോഗിച്ചാണ്, ഏത് തരത്തിലാണ്, എപ്പോഴാണ് ഇതൊക്കെ ചെയ്യുക എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. അമേരിക്കയുടെ ഒരു ആക്രമണത്തിന് കാതോർത്ത് നിൽക്കുകയും അതിന് മാരകമായിട്ട് തിരിച്ചടി നൽകിയിട്ട് ഈ മേഖലയിൽ നിന്ന് അപ്പാടെ അമേരിക്ക ഇല്ലാതാക്കാൻ, അതായത് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്ന് അപ്പാടെ അമേരിക്ക ഇല്ലാതാക്കാനുള്ള ശ്രമം ഇറാൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറെക്കുറെ യുദ്ധം ഇനി വേണ്ട എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.